എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു ന്യൂമോണിയ ആയി കഴിഞ്ഞപ്പോൾ തന്നെ സീരിയസ് ആണ്. കൗണ്ടെല്ലാം കുറഞ്ഞു പോയപ്പോഴും ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുക, MRI, CT സ്കാൻ, പിന്നെ മരുന്നുകളും. മരുന്നെന്ന് പറഞ്ഞാൽ അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ മൊത്തം പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ, റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാനുള്ള ഇതായി. അപ്പോഴും വെറ്റിന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്ന് കണ്ണടച്ച് കാണിക്കും, അങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ വേദന വരുവാണെങ്കിൽ കരഞ്ഞ് കാണിക്കുക, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുഞ്ഞിനെക്കുറിച്ച്, കാരണം കുഞ്ഞിനായിട്ട് പിന്നെ മുമ്പോട്ട് പോകാൻ മേലാത്ത ഒരവസ്ഥയായിട്ട് വന്നു. കാരണം അതുപോലെയായി. അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം കുഞ്ഞിനായിട്ട് നമുക്ക് ഈ മരുന്നുകളെല്ലാം ആയിട്ട് മുമ്പോട്ട് പോകാൻ മേലാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു. കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഇപ്പോൾ അവർ 2 മാസം പോകുന്ന ഓർത്തുമ്പോൾ എന്നിട്ട് കുഞ്ഞ് പോയില്ല. 3-ാമത്തെ മാസമായി. അവർ പറഞ്ഞു ഈ മാസം ചിലപ്പോൾ നടക്കാം. എന്നും രാവിലെ ചോദിക്കും നിങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ തന്നെ എല്ലാവരും നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. ഡോക്ടർമാരും പറയുന്നുണ്ട് അനൂപേ നമുക്കത് വേണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഇത്രയും മരുന്നുകളും ഇതൊക്കെ ചെല്ലുന്നതല്ല. എക്സ്റേ എടുത്തു, ഇതെല്ലാം ചെയ്തു. അങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്കത് അങ്ങനെ കിട്ടിയാല പോകും. പക്ഷേ കിട്ടിയാൽ തന്നെ ഈ അമ്മേനെ ആയിട്ട് അമ്മ ഇതുപോലെ ഒരു അവസ്ഥ, കുഞ്ഞും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങളത് മുന്നോട്ട് പോകും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ആദ്യമേ ഞങ്ങളുടെ മനസ്സിലേക്കൊന്ന് പതറെങ്കിലും അതിനോട് ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബെറ്റിക്കും സങ്കടമാണ്. കാരണം നമുക്കറിയാം, ബെറ്റിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ബെറ്റിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ നിസ്സാവസ്ഥ നമുക്ക് അറിയാമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആർക്കും താല്പര്യമില്ല. പക്ഷേ ഞങ്ങളോട് പറയുന്നവരെല്ലാം ഈ ഒരു വാക്കേ പറയുന്നുള്ളൂ. എവിടെയെല്ലാം ഞങ്ങളോട് ആൾക്കാർ എപ്പോഴും, എൻ്റെ കൂട്ടുകാരാണെങ്കിലും എന്നെ കാണുന്നവരും ആശുപത്രി സ്റ്റാഫും കാണുന്നതിനും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും, അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് പോയി, ലോക് ഷോർ ആശുപത്രിയിൽ പോയി, ഇൻഡോ അമേരിക്കനിൽ പോയി. ഇവിടെ എല്ലാം ചെന്നപ്പോഴും ഈ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞു ഡോക്ടർമാർ. അത് അമ്മയ്ക്ക് ഹെഡിന് ഇത്ര ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും അതിൻ്റെ ഇരട്ടി സംഭവിക്കും. കാരണം അമ്മയെ വഴിയാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ആണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4 മാസമായിരുന്നു. 4-5-ാമത്തെ മാസമായപ്പോഴത്തേന് കാരിത്താസ് അവിടുന്ന് ഡോക്ടർമാർ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ടൊന്ന് റെഫർ ചെയ്തു. നിങ്ങൾ ഇനി ഇത് ഒന്ന് അവിടെ പോയി കൂടി ഒന്ന് ചെയ്യാൻ. ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഇത് അബോർഷനായിപ്പോയി കുഞ്ഞ്. കാരണം പോകാനാണ് ചാൻസ്. അതും 100%, 99% അബോർഷനായി പോകും. പിന്നെ കിട്ടാനും അവരൊരു ചാൻസ് അവിടുത്തെ പ്രൊഫസറാണ് പറയുന്നത്. പ്രൊഫസറിനെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടപ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരാൻ പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ആദ്യമേ ഒന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലോ എന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിച്ച്, വട്ടം കൂടി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അല്ലേ വേണ്ട, നമുക്ക് എന്ത് വന്നു ഇത്ര മരുന്ന് പോയിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അത് കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കാതെ അന്നൊരു ദൈവത്തിൻ്റെ ഒരു തോന്നലാണ് ഞങ്ങൾക്ക് തോന്നിച്ച്. അന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്നായിരുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥ എല്ലാവരും ഒന്ന് അപ്പോഴും എൻ്റെ കൂട്ടുകാരും ബന്ധുക്കാരും പറഞ്ഞു കൊടുക്ക് ഇത് ഒപ്പിട്ട് കൊടുക്ക്, അല്ലെങ്കിൽ നീ പിന്നെ കിടന്ന് ദുഃഖിക്കും, സങ്കടം നീ ദുഃഖിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ ഒന്നും ചെയ്യുന്നില്ല കുഞ്ഞിനെ. നേരെ കാരിത്താസിലോട്ട് വണ്ടി വിടാൻ പറഞ്ഞു, ആംബുലൻസ്. അവിടുന്ന് ആംബുലൻസ് വിളിച്ച് നേരെ കാരിത്താസ്. അപ്പോൾ തന്നെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞു, ഞങ്ങൾ അബോർഷൻ ചെയ്യുന്നില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കാരിത്താസിലോട്ട് കൊണ്ടുവന്നു. കാരിത്താസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വെച്ച് എന്നാ ചെയ്തില്ല. ഞാനിപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ ഇനി ഞങ്ങൾ അപ്പോൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു, അബോർഷൻ ചെയ്യുന്നില്ല. അവൻ എന്നൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇനിയിപ്പം അവന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതൊന്നും ഒരു കുഴപ്പമില്ലെങ്കിലും ഞങ്ങൾ വളർത്താൻ തന്നെ അവനെ കിട്ടുന്ന എങ്ങനെ കിട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറച്ച തീരുമാനം. എന്നോട് പറയുന്നതോടെല്ലാം ഞാൻ പറയും ഇനി അങ്ങനെ എന്തെല്ലാം വന്നു എന്നോട് ഇത് പറയണ്ട, ഈ കേസ് കേട്ട് പറയാനാണെങ്കിൽ എന്നോട് പറയണ്ടെന്ന് പറയും.